ഹായ് ഓൾ, നമ്മുടെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. ആക്ച്വലി കംപ്ലീറ്റ് സിലബസ് മാറിയിട്ടുണ്ട്. ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് പാർട്ട് 1 ആണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഡിഫറൻസ് നമ്മൾ പറയും, അതുപോലെ തന്നെ മെയിനായിട്ട് അല്ലാത്ത ഡിഫറൻസ്, ശരിക്കുള്ള കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസും നമ്മൾ എന്താക്കും പറയാൻ പോവുകയാണ്. ആക്ച്വലി മെയിനായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് പാർട്ട് 1 പാർട്ട് 2 രണ്ടും കൂടിയാൽ ഏകദേശം പാർട്ട് 1ൻ്റെ അത്ര ഉണ്ടായിരിക്കും. ആക്ച്വലി ഇതിൻ്റെ ലെങ്ത് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് പറയാം. ഓരോ ചാപ്റ്ററും ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് വല്ലാതെ കൂടിയിട്ടുണ്ട്. ആക്ച്വലി ഒരു 10ാം ക്ലാസ് +1 +2 ലെവലിലുള്ള ആ ഒരു ലെങ്ത് ഓഫ് ചാപ്റ്റർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്ര ഭയങ്കര ടഫ് ചാപ്റ്റർ ആണ് എന്നല്ല, പക്ഷേ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കവിതകളേക്കാൾ, പോയിന്റ്സിനേക്കാൾ കുറച്ചുകൂടി പോയിന്റ്സിൻ്റെ ഒക്കെ ലെങ്ത് കൂടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുള്ള പിക്ചേഴ്സ് ആയിരുന്നു നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ 7th പരിചയപ്പെട്ടതും ഇങ്ങനത്തെ പിക്ചേഴ്സ് ആയിരിക്കും. ആക്ച്വലി AI വെച്ചിട്ട് കുറേ അടിപൊളി പിക്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പുതിയ ഗ്രാമറുകൾ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. മെയിനായിട്ട് ഗ്രാമർ അല്ലാത്തൊരു ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് അപ്രീസിയേഷൻ നമുക്ക് പൊതുവെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ രണ്ടാമത്തെ കവിതയിൽ നിന്ന് അപ്രീസിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇത്തവണ നമുക്ക് അപ്രീസിയേഷൻ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആക്ച്വലി 3 യൂണിറ്റ് ആണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് തുടങ്ങാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഓൾറെഡി ഒരു ലൈവ് നമ്മൾ പോയിട്ടുണ്ട്. ജസ്റ്റ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് വൺ, ദ 7 ഏജസ് ഓഫ് മാൻ, ലിറ്റിൽ തിങ്സ് മാറ്റർ. ഇതൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്, എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്, ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്. ഇതൊക്കെയാണ് സെക്കൻഡ് യൂണിറ്റ്. ലാസ്റ്റ് യൂണിറ്റ്, ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് യൂണിറ്റ്, ടോക്കിംഗ് ഓഫ് സയൻസ്, എൻജിൻ ട്രബിൾ, ദ ആസ്ട്രോണമർ. ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഈ ഒരു ടെക്സ്റ്റിൽ നിന്നുള്ളത്. സോ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങാൻ പോവാണ്. ആക്ച്വലി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യോദ്ധ ബാച്ച് ഉള്ളത്. എന്തിനാണ് ആക്ച്വലി യോദ്ധ ബാച്ച് എന്ന് പറഞ്ഞാൽ, ഇതിലെ ഓരോ ചാപ്റ്ററിൻ്റെയും ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ബാച്ചിൽ. നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമ്മുടെ ബാച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ല, ഈ കാണുന്ന നമ്പർ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി 3250 രൂപ ഒരു വർഷത്തേക്കാണ് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് തരുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് പാരൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആപ്പും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് പാരൻസിന് എന്താക്കാം, കുട്ടികളെ എത്രത്തോളം അനലൈസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം വീഡിയോസ് കണ്ടിട്ടുണ്ട്, എങ്ങനെ മാർക്ക് ലഭിക്കുന്നുണ്ടോ, എത്രത്തോളം സ്ലൈഡുകൾ നോട്ട്സുകളൊക്കെ അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടി ഇപ്രാവശ്യം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫീച്ചേഴ്സുകളുടെ ധാരാളം ഫീച്ചേഴ്സ്, ഡൗട്ട് ക്ലിയറൻസ് തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണ്. സോ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് യോദ്ധ ബാച്ചിൻ്റെ കൂടെ സെറ്റായിട്ട് പഠിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടിലനാണ്, അതുപോലെ തന്നെ നമുക്ക് മാർക്കും കിടിലനാക്കണം. ഓൾ ദി ബെസ്റ്റ്.